എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മൾട്ടി ടാസ്കിങ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈവനിങ്ങിൽ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഒന്നിലും സംതൃപ്തി തോന്നുന്നില്ലെങ്കിൽ. ഞാനും പണ്ട് കരുതിയിരുന്നത് മൾട്ടി ടാസ്കിങ് ചെയ്യുക എന്നുള്ളത് നല്ല കാര്യക്ഷമതയുടെ ലക്ഷണമാണ് എന്നായിരുന്നു. അതായത് എഴുതുന്ന സമയത്ത് മെസ്സേജ് അയക്കുക, ഫയൽ നോക്കുന്ന സമയത്ത് കോൾ ചെയ്യുക, ഓരോ 10 മിനിറ്റിലും ഓരോ ടാസ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുക. ഇതൊക്കെ നിങ്ങൾക്കും പരിചിതമായിരിക്കും അല്ലേ? പക്ഷെ ഇതൊന്നും മൾട്ടി ടാസ്കിങ് ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ മൾട്ടി ടാസ്കിങ് ആണെന്ന് കരുതിയിരുന്ന പലതും മൾട്ടി ടാസ്കിങ് ആയിരുന്നില്ല. കാരണം നമ്മുടെ ബ്രെയിനിന് ഒരേ സമയം 2 കാര്യങ്ങളെ പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ നമ്മൾ ചെയ്തിരുന്നത് കണ്ടിന്യൂസ് പാർഷ്യൽ അറ്റൻഷൻ ആയിരുന്നു. അതായത് നമുക്ക് മ്യൂസിക് കേട്ടുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇമെയിൽ പരിശോധിക്കുന്ന അതേ സമയം ഓൺലൈൻ മീറ്റിംഗിൽ ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എങ്ങനെയാണ് കൂടുതൽ കാര്യക്ഷമതയോടെയും സമ്മർദ്ദമില്ലാതെയും പ്രവർത്തിക്കേണ്ടത് എന്ന് കണ്ടെത്താൻ ഞാൻ ഒരുപാട് സമയവും പ്രയത്നവും എടുത്തിട്ടുണ്ട്. ഒടുവിൽ ഞാൻ കണ്ടെത്തിയ ചില പൊടിക്കൈകളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അത് നിങ്ങളുടെ കാര്യക്ഷമത ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങൾ 2 കാര്യങ്ങളാണ് ലേൺ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് എങ്ങനെയാണ് പെർഫെക്റ്റായി ടാസ്കുകളെ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്നും, രണ്ടാമത്തത് എന്താണ് ടൈം ബ്ലോക്കിംഗ്, അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നൊക്കെയാണ്. നമ്മുടെ തലച്ചോറിന് ഒരുവിധം പരിചയമുള്ള ടാസ്കുകൾ വരുമ്പോൾ അത് ഒരു ലെവൽ വരെ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാനേജ് ചെയ്യും. പക്ഷേ പരിചയമില്ലാത്ത എന്നാൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ട ടാസ്കുകൾ വരുമ്പോൾ അതിന് ടാസ്ക് ഷിഫ്റ്റിംഗ് ആണ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റൊന്നിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒന്ന് പകുതിയാക്കി വെച്ച് മറ്റൊന്നിലേക്ക് പോവുക. ഈ ഷിഫ്റ്റിംഗ് കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണം ചെയ്യും. പക്ഷേ അത് തെറ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ടുണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു നാച്ചുറൽ സ്റ്റോപ്പ് പോയിന്റ് ഉണ്ട്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിങ്ങൾ അടുക്കളയിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരു ടാസ്കിലേക്ക് പോകാൻ പറ്റും. പകരം നിങ്ങൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് പോകുന്നതെങ്കിലോ ആ സമയത്ത് ആഹാരം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യത്തിനും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് പോയിന്റ് ഉണ്ട്. അത് ചൂസ് ചെയ്തുകൊണ്ട് അവിടെ നിർത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ സമയത്ത് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എല്ലാ സമയത്തും ഇതുപോലെ നമുക്ക് പറ്റണമെന്നില്ല. അതങ്ങനെയുള്ള സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ആ ഒരു കാര്യം എഴുതി വെക്കുകയാണെങ്കിൽ അടുത്ത തവണ അധികം മെൻ്റൽ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ആ ഒരു ടാസ്കിലേക്ക് നമുക്ക് വീണ്ടും പോകാൻ പറ്റും. ടാസ്കുകളെ പെർഫെക്റ്റായി ഷിഫ്റ്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ പോരാ, അതിനെ എങ്ങനെ പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടൈം ബ്ലോക്കിങ്. നമ്മുടെ സമയത്തെ പല ജോലികൾക്കും വേണ്ടി പല കഷ്ണങ്ങളായിട്ട് വിഭജിക്കുന്നതിനെ പറയുന്ന പേരാണ് ഈ ടൈം ബ്ലോക്കിങ്. ടൈം ബ്ലോക്കിങ് നമ്മുടെ ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും. അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ വർക്കുകളെ 2ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് നമ്മൾ എല്ലാ ദിവസവും സ്ഥിരമായി ചെയ്യുന്ന വർക്കുകൾ, പ്രത്യേകിച്ചും നമ്മൾ രാവിലെ എണീറ്റ് റെഡിയാവാനുള്ള സമയം, നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാനും ആഹാരം കുക്ക് ചെയ്യാനുള്ള സമയം, ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന വർക്കുകളാണ്. അവയെ ഒരു ഗ്രൂപ്പായിട്ടും, മറ്റൊന്ന് നമ്മൾ എല്ലാ ദിവസവും അതാത് ദിവസവും ചെയ്യുന്ന ടാസ്കുകൾ, അത് പല തരത്തിലായിരിക്കും. പ്രത്യേകിച്ചും ഓഫീസ് ജോലികളിലും മറ്റു പലരുമായിട്ടുള്ള മീറ്റിങ്ങുകൾ, ഓരോ വ്യക്തിക്കും ഇതുപോലുള്ള വർക്കുകൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്കുകൾ ഇതിൽ ഏതൊക്കെ വരുന്നതെന്ന് നിങ്ങൾ തരംതിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ 2 തരത്തിലുള്ള ടൈം ബ്ലോക്കിംഗ് ആണ് ഈ 2 തരത്തിലുള്ള വർക്കുകൾക്കും ചെയ്യുന്നത്. എന്നും ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്ന ഓർഡറിൽ അതിനാവശ്യമായ സമയം നിശ്ചയിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ഡെയിലി റുട്ടീൻ ടൈം ബ്ലോക്കാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക സമയം നിശ്ചയിക്കാതെ ഒരു വലിയ ടൈം ബ്ലോക്കിലേക്ക് ഇവ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് എൻ്റെ കാര്യത്തിൽ എൻ്റെ വർക്കിംഗ് ടൈം 9 തൊട്ട് 5 മണി ആയതുകൊണ്ട് അതിനെ 2 വലിയ ടൈം ബ്ലോക്കുകളാക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ടൈം ബ്ലോക്കിലും വളരെ പ്രധാനപ്പെട്ട 2ഓ 3ഓ ടാസ്കുകൾ അതിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. ഇനി ടൈം ബ്ലോക്കിംഗ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചെറിയ ചെറിയ സമയ കഷ്ണങ്ങൾ ഒരിക്കലും ചെയ്യരുത്. മിനിമം 30 മിനിറ്റിൻ്റെങ്കിലും ബ്ലോക്കുകളായിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാവുമ്പോൾ അത് കൂടുതൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് കാരണമാവും. പിന്നെ നമുക്ക് എല്ലാ ദിവസവും ചെറിയ ചെറിയ അത്ര അർജൻ്റ് അല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരും. ആ സമയത്ത് അത് ഓർത്തെടുക്കാൻ വേണ്ടി നമ്മളൊരു ടു ഡു ലിസ്റ്റ് പോലെ എഴുതി വെക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പ്രത്യേകിച്ച് സമയമൊന്നും നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആവുന്ന സമയങ്ങളിൽ അത് ചെയ്തു തീർക്കാവുന്നതാണ്. അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ടൈം ബ്ലോക്കിലേക്ക് നമുക്ക് ഉൾപ്പെടുത്തി ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാവുന്നതുമാണ്.
അപ്പോൾ ഈ ടൈം ബ്ലോക്കിംഗ് ഒക്കെ ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഒരു മൊബൈൽ ആപ്പാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ മൊബൈൽ ഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അത് ഉപയോഗിക്കാതെ ഡയറി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങളൊരു ഡയറി ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് 3 ഭാഗം ഉണ്ടാവും. അതിൻ്റെ ആദ്യത്തെ പേജിൽ നിങ്ങളുടെ ഡെയിലി റുട്ടീനാണ്. അത് അവിടെ തന്നെ അതുപോലെ ഉണ്ടാവും, കാരണം അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ ദിവസവും ചെയ്യുന്ന വ്യത്യസ്തമായ ടാസ്കുകൾക്ക് അതിൻ്റേതായ ഡേറ്റ് അനുസരിച്ചുള്ള പേജിൽ 2 ഭാഗങ്ങളുണ്ടാവും. ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടെ ടൈം ബ്ലോക്കിംഗ് ആണ്. നമ്മുടെ പ്രധാനപ്പെട്ട വലിയ ടൈം ബ്ലോക്കിലേക്ക് ഉൾപ്പെടുത്തേണ്ട സ്ഥലമാണത്. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഉണ്ടാകുന്നത് ടു ഡു ലിസ്റ്റാണ്. നമുക്ക് എല്ലാ ദിവസവും വരുന്ന ഓർത്തെടുക്കേണ്ട എന്നാൽ അത്ര അർജൻ്റ് അല്ലാത്ത കാര്യങ്ങളെ എഴുതി വെക്കാനുള്ള ഒരു ടു ഡു ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം കൂടിയും ഉണ്ടാവും. കാലങ്ങളായി നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മൾട്ടി ടാസ്കിങ് ചെയ്യുക എന്നുള്ളത് കാര്യക്ഷമതയുടെ ഭാഗമാണ് എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മൾക്ക് മിസ്സാകുമോ എന്നുള്ളൊരു പേടിയാണ്. നമ്മുടെ സമയം മിസ്സാകുമോ, നമ്മുടെ ഓപ്പർച്യൂണിറ്റി മിസ്സാകുമോ എന്നുള്ളത്. ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ചെയ്യാനുള്ള കൃത്യത കുറയാനും ഒരുപാട് മിസ്റ്റേക്കുകൾ വരാനും നമ്മുടെ മെൻ്റൽ എനർജി ഒരുപാട് കൺസ്യൂം ആകാനും ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഈവനിങ് വന്നു കഴിഞ്ഞാൽ വളരെയധികം ടയേർഡായി പോകുന്നതും ചെയ്യുന്ന ജോലികളിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതും അങ്ങനെ പലതരത്തിലുള്ള മാനസികപരമായ ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിക്കുന്നതും. അപ്പോൾ ഈ വീഡിയോ ഗുണപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അടുത്ത നല്ല കണ്ടൻ്റായിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.